കോഴിക്കോട് നിന്ന് വിവാഹ വാഗ്ദാനം നൽകി 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒന്നാം പ്രതി നസീദുൽ ഷെയ്ഖിന്റെ അച്ഛൻ ലാൽചൻ ഷെയ്ഖിനെയും പോലീസ് പിടികൂടി. വിവാഹം വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി വിൽപ്പന നടത്താനായിരുന്നു അസം സ്വദേശി ലാൽചൻ ഷെയ്ഖിനെ കർണാടകയിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നാണ് കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലാൽചൻ ഷെയ്ഖിന്റെ അറസ്റ്റോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്ന് നല്ലളം പോലീസ് അറിയിച്ചു. ഒക്ടോബറിലാണ് 15-കാരിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ കേസിലെ അസം സ്വദേശി നസീദുൽ ഷെയ്ഖ് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയത്. സംഭവം നടക്കുമ്പോൾ കോഴിക്കോട് നല്ലളത്തായിരുന്നു പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത്. 15-കാരിയെ നസീദുൽ കടത്തിക്കൊണ്ടുപോയത് വിൽപ്പന നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ്. നസീദുൽ ഷെയ്ഖിന്റെ പിതാവ് ലാൽചൻ ഷെയ്ഖാണ് 15-കാരിയെ വിൽക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ഹരിയാനയിലെത്തിച്ച പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കുകയും ഹരിയാന സ്വദേശി സുശീൽ കുമാറിന് 25,000 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ നല്ലളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ നസീദുൽ ഷെയ്ഖിനെ 2024 നവംബറിൽ പോലീസ് പിടികൂടിയെങ്കിലും പ്രതി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അസം സ്വദേശി നസീദുൽ ചാടിപ്പോയതോടെ 4 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. 5 മാസത്തിനു ശേഷം അസമിലെ ഭവാനിപൂരിലെത്തി അതിസാഹസികമായി നല്ലളം പോലീസ് വീണ്ടും നസീദുലിനെ പിടികൂടി. 25,000 രൂപയ്ക്ക് പെൺകുട്ടിയെ വാങ്ങി വിവാഹം കഴിച്ച ഹരിയാന സ്വദേശി സുശീൽ കുമാറിനെ ഹരിയാന പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പെൺകുട്ടിയെ വിൽക്കാൻ ഇടനിലക്കാരനായി നിന്ന നസീദുൽ ഷെയ്ഖിന്റെ പിതാവ് ലാൽചൻ ഷെയ്ഖും പിടിയിലായതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായതായി നല്ലളം പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.